കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് LDFന്റെ മഹാമനുഷ്യ ശൃംഖല. ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയാണ് കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെ കൈകൾ കോർത്തുപിടിച്ച് തോളോട് തോള് ചേർന്ന മതേതര വിശ്വാസികൾ വിപ്ലവം സൃഷ്ടിച്ചത്. ശൃംഖലയുടെ ആദ്യ കണ്ണിയായി കാസർഗോഡ് S. രാമചന്ദ്രപിള്ളയും കളിയിക്കാവിളയിൽ MA ബേബി അവസാന കണ്ണിയുമായി. BJP വിരുദ്ധരെല്ലാം രാഷ്ട്രീയം മറന്ന് LDFന്റെ മഹാമനുഷ്യ ശൃംഖലയുടെ ഭാഗമായി മാറുകയായിരുന്നു. വർഷം സ്കൂളുകളിൽ പ്ലെഡ്ജ് എന്താണ് പറഞ്ഞത്? ഇന്ത്യ ഈസ് എ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും നമ്മളെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബ്രദേഴ്സോ അല്ലാണ്ടാവുക എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവിധത്തിലും ഞങ്ങൾ ജീവൻ വരെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. നാം ജനിച്ച മണ്ണിൽ നമുക്ക് ജീവിക്കാനും മരിക്കാനുള്ള അവകാശം വേണമെന്നതിനു വേണ്ടി നമ്മൾ പ്രതിഷേധത്തിന് വന്നതാണ്. ഇത് നമ്മളെ ഒരുമേനെ തകർക്കുന്ന ഒരു നിയമമാണ്. RSSന്റെ കേന്ദ്രങ്ങളിൽ പോലും ഇവിടെ നമുക്ക് കാണുന്നത് വളരെ ശക്തമായിട്ടുള്ള ഈ മതേതര ഒരു നിലപാടിനോടും മതനിഷ്ഠത്വം ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പദവിയിൽ അവസരത്തിലും സമത്വവും സംസാധുവുമായ അവർക്കെല്ലാവർക്കും ഇവിടെ പൗരത്വ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരളം മനുഷ്യ ശൃംഖലയിൽ. തകർക്കാൻ പറ്റാത്ത മനുഷ്യ ശൃംഖലയെന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഈ കൂറ്റൻ ചങ്ങല കേന്ദ്ര സർക്കാരിന് പ്രതിഷേധ ജ്വാലയുടെ പച്ചമുഖമാണ് സമ്മാനിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെ നേരിടുമ്പോൾ മനുഷ്യ മഹാശൃംഖല ജനസാഗരങ്ങളാൽ വേറിട്ട് നിൽക്കുന്നു. ഇതൊരു നല്ലൊരു ആശയമാണ്. കാരണം നമുക്കറിയാം ഇപ്പം ആൾക്കാരൊട്ടാകെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് റൂൾ ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി. അപ്പോൾ ഈക്വാലിറ്റിയും സെക്യുലറിസം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തിനിങ്ങനെ ആളുകളെ വിവേചനം കൊണ്ട് മുന്നോട്ട് നയിക്കണം എന്നുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താനും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ നിൽക്കുന്നതാണ്. ഈ ശൃംഖല ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും വർഷം സ്കൂളുകളിൽ പ്ലെഡ്ജ് എന്താണ് പറഞ്ഞത്? ഇന്ത്യ ഈസ് എ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും നമ്മളെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബ്രദേഴ്സോ അല്ലാണ്ടാവുക എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരിക്കലും അത് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സൗഹൃദം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ജാതി മത ഭേദമില്ലാണ്ടാണ് നമ്മൾ ഒരുപോലെ കഴിഞ്ഞത്. കേരളത്തിലാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെയും. സോ ഇന്ത്യ ഈസ് എ കൺട്രി, ഒരു പ്ലൂറലിസ്റ്റിക് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആശയം കൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് ഈ ഒരു CA ബില്ലിനെതിരെ എൻ്റെ എതിർപ്പ് നന്നായിട്ട് തന്നെയുണ്ട്. നമുക്കറിയാം ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നം അല്ല എന്നുള്ളത് ഇവിടുത്തെ എല്ലാ നാനാജാതിയിൽപ്പെട്ട എല്ലാ മതവിഭാഗത്തു നിന്നും അറിയുന്ന ഒരു സത്യമാണ്. തീർച്ചയായും അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ, അതേപോലെ സ്ത്രീകളടക്കമുള്ള കുട്ടികളുള്ള ബഹുജനങ്ങൾ ഇവിടെ സംഘടിച്ച് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാൽവെപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു ഫലം ലഭ്യമാവുന്നത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇത് നമ്മളെ ഒരുമേനെ തകർക്കുന്ന ഒരു നിയമമാണ്. ഈ ഒരുമേനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 47 മുതൽ നമ്മളിലെ ആ സ്വാതന്ത്ര്യവും നമുക്കിലെ അവകാശങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ മതിൽ സൃഷ്ടിക്കുന്നതിൽ. ജനമഹാസാഗരമാണ് മനുഷ്യ ശൃംഖലയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ മനുഷ്യ ശൃംഖല പരിപൂർണ വിജയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത് കേരളത്തിനും ഇന്ത്യ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്കും പുതിയ ഊർജ്ജമാണ് നൽകുന്നത്. ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.